ലോക കേരള സഭ സ്ഥിരം സംവിധാനമാക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷവുമായി കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 4ാം ലോക കേരള സഭയിൽ ഉയർന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് സമർപ്പിക്കാൻ 15-അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. ഫലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയം പാസാക്കിയാണ് 4ാം ലോക കേരള സഭ അവസാനിച്ചത്. 103 രാജ്യങ്ങളിൽ നിന്നും 25 സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളാണ് 4ാമത് ലോക കേരള സഭയിൽ പങ്കെടുത്തത്. ഇന്നലെ നടന്ന മേഖലാതല ചർച്ചയുടെ റിപ്പോർട്ടിംഗ് ഇന്ന് രാവിലെ സഭയിൽ നടന്നു. തുടർന്ന് അംഗങ്ങൾ വിവിധ നിർദ്ദേശങ്ങൾ സഭയ്ക്ക് മുന്നിൽ വെച്ചു. ലോക കേരള സഭ സ്ഥിരം സംവിധാനമാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുന്നത് ഗൗരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരുപാട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. എല്ലാ നിർദ്ദേശങ്ങളുടെയും സാധ്യതകൾ പരിശോധിക്കും, സാധ്യമായ തീരുമാനങ്ങളെടുക്കും, ആവശ്യമായ നടപടികൾ അതിൻ്റെ തുടർച്ചയായി ഉണ്ടാകും. പ്രവാസികൾക്ക് വേണ്ടി സംസ്ഥാനത്തിന് മാത്രം തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയാത്ത ചില വിഷയങ്ങളുണ്ട്. അത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 10 പ്രമേയങ്ങൾ ലോക കേരള സഭ പാസാക്കി. ഫലസ്തീൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയമായിരുന്നു പ്രധാനപ്പെട്ടത്. ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്ന് പ്രമേയത്തിലൂടെ ലോക കേരള സഭ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷം ലോക കേരള സഭയിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും പ്രതിപക്ഷാനുകൂല പ്രവാസി സംഘടനകൾ സഭയുടെ ഭാഗമായിരുന്നു. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തവണ ലോക കേരള സഭ നടന്നത്. മീഡിയ 1 തിരുവനന്തപുരം.